കേരള ചലച്ചിത്ര അക്കാദമി കൗൺസിൽ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട സാജു നവോദയെ ആദരിച്ച് ഫേസ് ഫൗണ്ടേഷൻ. ചലച്ചിത്ര നടൻ എന്നതിലുപരി ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് നിരവധി പേർക്ക് സാന്ത്വനമായ വ്യക്തി എന്ന നിലയിലായിരുന്നു ആദരവ്. GCDA എക്സിക്യൂട്ടീവ് മെമ്പർ AB സാബു ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ മുൻ വനിതാ കമ്മീഷൻ അംഗവും സാമൂഹ്യ പ്രവർത്തകയുമായ മോനമ്മ കൊക്കാട് സാജു നവോദയെ പൊന്നാടിയണിയിച്ച് ആദരിച്ചു. കേരള ചലച്ചിത്ര അക്കാദമി കൗൺസിൽ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ചലച്ചിത്ര താരം സാജു നവോദയക്ക് ഫേസ് ഫൗണ്ടേഷൻ ആദരവ് നൽകി. സിനിമാ രംഗത്തെ മികവിനൊപ്പം ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും സജീവമായി പ്രവർത്തിച്ച് അനേകം മനുഷ്യരുടെ ജീവിതത്തിൽ സാന്ത്വനമായി നിന്ന വ്യക്തിയാണെന്ന നിലയിലായിരുന്നു ഫൗണ്ടേഷന്റെ ആദരവ്. കടവന്ത്ര ഗാന്ധിനഗറിലെ ഫേസ് ഫൗണ്ടേഷൻ ആസ്ഥാനത്ത് നടന്ന ചടങ്ങ് GCDA എക്സിക്യൂട്ടീവ് മെമ്പർ AB സാബു ഉദ്ഘാടനം ചെയ്തു. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക എന്ന അന്നദാനം മഹാദാനം എന്നാണ് പറയുന്നത്. അത് വിശപ്പ് എന്താണെന്ന് അറിയുന്ന ഒരാൾക്ക് അങ്ങനെ ചെയ്യാനുള്ള മനസ്സുണ്ടാകും. വിശക്കുന്നവൻ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം കഴിക്കുന്നയാളുടെ മുഖത്തും ഹൃദയത്തിലും ഉണ്ടാകുന്ന സന്തോഷത്തിൻ്റെ അളക്കാൻ ഒരളവുകൾ ഇന്ന് വരെ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ വിശപ്പ് ഉള്ളവർ ഇല്ലാത്ത ഒരു നഗരമായി കൊച്ചിയെ മാറ്റാൻ കഴിയുന്ന ചെറിയ പ്രവർത്തനങ്ങളാണെങ്കിലും നിരന്തരമായി അത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ ഈ പ്രസ്ഥാനത്തിൽ വന്നു ചേരാനും ഇതിലെ സന്തോഷത്തിൽ പങ്കെടുക്കാനും കഴിഞ്ഞത് എൻ്റെ ഒരു വലിയ ഭാഗ്യമായി കാണാം. വനിതാ കമ്മീഷൻ മുൻ അംഗവും സാമൂഹ്യ പ്രവർത്തകയുമായ മോനമ്മ കോക്കാട് സാജു നവോദയെ പൊന്നാടണിയിച്ച് ആദരിച്ചു. സാജുവിന്റെ പ്രോഗ്രാം എവിടെ വന്നാലും എങ്ങനെയെങ്കിലും അല്ലെങ്കിൽ അത് സേവ് ചെയ്ത് യൂട്യൂബിലെങ്കിലും ഞാൻ കാണും. അങ്ങനെ ഞാൻ ആരാധിക്കുന്ന ഒരു നേരത്തെ ഒരു പരിപാടിക്ക് ഒരുമിച്ചുണ്ടായിരുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ വരാനിടവന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ നന്ദി പറയുന്നു ദേവൻജിക്ക്. ഞാൻ സാജുവിനെ ആദരിക്കുന്നത് ഇതുവരെ ഈ നിമിഷം വരെ ഞാൻ ആദരിച്ചതൊരു വലിയ കലാകാരൻ, അനുഗ്രഹീതനായ കലാകാരൻ. പക്ഷേ ഇന്ന് എൻ്റെ ആദരവ് 10 ഇരട്ടിയായി വർദ്ധിച്ചു. കാരണം ഏറ്റവും നല്ലൊരു മനുഷ്യ സ്നേഹി. ഫേസ് ഫൗണ്ടേഷൻ പ്രസിഡന്റ് TR ദേവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിനിമാ രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. 15 വർഷം പിന്നിടുകയാണ്. കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക് കാലുവെക്കുകയാണ് ഫേസ് ഫൗണ്ടേഷൻ. ഇതിനിടയ്ക്ക് ഒട്ടേറെ പ്രതിസന്ധികൾ തരണം ചെയ്താണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. സമൂഹത്തിൻ്റെ നല്ല പിന്തുണയുണ്ട്. എന്നിരുന്നാൽ പോലും പൊതുസമൂഹത്തിനും എപ്പോഴും നമ്മളെ സഹായിക്കാൻ പറ്റുന്ന സന്ദർഭങ്ങളല്ലാതെ വന്നിട്ടുണ്ട്. സംവിധായകരായ ലാൽപ്രിയൻ, ഷിജു അഞ്ചുമന, ഫേസ് ഫൗണ്ടേഷൻ ട്രസ്റ്റി KR അനീഷ്, സിനിമാ നിർമ്മാതാവ് മാർബൻ റഹീം, അഡ്വക്കേറ്റ് സാം ഐസക്, ഹിൻഡുമോൾ പ്രദീപ്, രതീഷ് ഹരിഹരൻ, സാമുവൽ മാത്യു എന്നിവർ സംസാരിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് നൂറുകണക്കിന് സാധുക്കൾക്ക് അന്നദാനവും സംഘടിപ്പിച്ചു. ലോകത്തിൽ ഒത്തിരി വില കൂടിയ അവാർഡുകളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത്തരത്തിൽ കിട്ടുന്ന ഇതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവാർഡ്. അപ്പോൾ അതുപോലെ ഈ നമ്മൾ വാക്കുകൊണ്ട് കുറെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഫേസ് ഫൗണ്ടേഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാനൊരു അതിഥിയായിട്ട് ഇവിടെ വന്നത്. പക്ഷെ ഞാൻ ഇനിയിപ്പോൾ വീട്ടുകാരനായിട്ടാവുമ്പോൾ ഇവിടെ, കാരണം ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദയവായിട്ടൊരു സപ്പോർട്ടായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാവണമെന്ന് എൻ്റെ മനസ്സുകൊണ്ട് ഒരാഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നവംബർ 18-ാം തീയതി ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. അന്ന് എല്ലായിടത്തും ഞങ്ങൾ ഇതുപോലെ പുറത്താണ് എല്ലാം ചെയ്യുന്നത്. വീട്ടിൽ ഞങ്ങൾ ആഘോഷിക്കാറില്ല. അന്ന് ഇവിടെ വെച്ച് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി, അതും ഈ പറഞ്ഞ എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഭക്ഷണം സാറ് പറഞ്ഞ പോലെ ഞങ്ങളുടെ പരിപാടി പാട്ടും എല്ലാം ഉണ്ടാവും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,